പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനമെടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ ലൂക്ക 2:30-31 വചനങ്ങളാ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അതാണ് സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് എപ്പോഴും ആ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിലേ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് അത് സന്തോഷമായി വരുന്നത്. ഇപ്പോൾ ഓരോരോ മതങ്ങൾ, ഓരോരോ ദൈവസങ്കല്പങ്ങൾ, പക്ഷേ ഇറ്റ്സ് നോട്ട് ഫോർ ഓൾ. ക്രിസ്തുവിന് വന്നപ്പോൾ വെഹ്യുമെൻ്റായിട്ട് അതിൻ്റെ പ്രൊഫസി അങ്ങനെയാണ്, എല്ലാ മനുഷ്യർക്കും. അപ്പോൾ ക്രിസ്തുമസ് ഇപ്പോൾ ചില പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർ ഇടത്തില്ല എന്ന് പറയും. അവർക്ക് അവരുടെ ഓപ്ഷൻസ് എടുക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം അതുകൊണ്ട് സഭയിലുള്ളവരും ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളവരാണ് എന്നുള്ള ബോധ്യം ഏറ്റവും കുറവുള്ള ഒരു സമൂഹമാണ് ഈ മലയാള സമൂഹം. കുറേ കാലങ്ങൾ നമ്മൾ സുവിശേഷം കൈമാറാതെ ഇരുന്ന് വരേണ്യ സവർണ വർഗത്തിന് മാത്രം സുവിശേഷം, വിശ്വാസം അതിനകത്ത് ഒതുക്കി നിർത്തി. എന്നിട്ട് ക്രിസ്ത്യാനിയുടെ ചൈതന്യത്തിൽ അവർ ജീവിച്ചില്ല എന്ന് തന്നെയല്ല, ജീവിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ ഒരു കുറേ കാലം വെറുതെ മറ്റുള്ളവരെ ന്യായസ്ഥാനപ്പെടുത്തുക എന്നുള്ളതും തന്നെക്കാൾ കുറഞ്ഞവരാണെന്ന് കുറേ ആൾക്കാർ ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് അവരെ ന്യായസ്ഥാനപ്പെടുത്തി നമ്മുടെ കൂട്ടത്തിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഇന്നും സ്പർദ്ധയുള്ളവരുണ്ട്. ഇന്നും സ്പർദ്ധയുള്ളവർ മൂടിപ്പതച്ച് ക്രിസ്മസിനെ ഉണ്ണിച്ചുപ്പിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ അയിത്തമുണ്ട് മറ്റുള്ളവരെ കുറിച്ച്. ഈ അയിത്തം എന്നുള്ള ആശയം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരണത്. അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇത് ഈ സുവിശേഷം പിടിച്ചു വെച്ചും കൊടുക്കാതെയും 1500ഓളം വർഷങ്ങളാണ് കേരളത്തിൽ ക്രിസ്ത്യൻസ് വേസ്റ്റാക്കി കളഞ്ഞത്. അത് നിസ്സാര കാര്യമല്ലത്. ഇവിടെ പോർച്ചുഗീസ് മിഷൻസ് വന്നപ്പോഴാണ് എല്ലാവരെയും കർത്താവിൻ്റെ ഈ സുവിശേഷത്തിലേക്ക് അവർ കഷ്ടപ്പെട്ടായാലും പണിപ്പെട്ടായാലും പാടുപെട്ടായാലും പ്രാർത്ഥിച്ചായാലും അവർ ഇന്ത്യയെ സുവിശേഷവൽക്കരിച്ചത്. അത് നമുക്ക് ചരിത്രമാണത്, അങ്ങനെയൊന്നും തൊടാൻ പറ്റത്തില്ല, ചരിത്രമാണത്. ഇന്നും മേൽക്കോയ്മകളുടെ അടിവേരുകളെ കണ്ടെത്തിക്കൊണ്ട് തങ്ങൾ എന്തോ കൂടിയ ഒരു ജാതിയാണ് എന്ന് സ്വയം ധരിച്ചിട്ട് നമ്മളെ കൂടിയ ജാതിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന വിഷയം എന്താണ്? ബാക്കിയുള്ളത് കുറഞ്ഞവരാണെന്ന് നമ്മൾ പറയേണ്ടി വരും. പറയാതെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ പകലോ മറ്റും കുടുംബം എന്ന് പറഞ്ഞാലും സൂര്യാരാധനയുള്ള ബുദ്ധമതക്കാരാ. കിള്ളിയിലെന്ന് പറയണതും ബുദ്ധമത കുലങ്ങളുടെ പേരാ. ഈ ക്രിസ്തു മാർഗത്തിലേക്ക് ആദ്യകാലങ്ങൾ വന്നതെല്ലാം ബൗദ്ധമാർഗങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് വന്നിരിക്കണത്. അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത് ഈ ബൗദ്ധമാർഗങ്ങളിൽ നിന്ന് വന്നെങ്കിലും പിന്നീട് ആര്യന്മാർ ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
നമ്മുടെ സാംസ്കാരിക ഇന്നോവേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഭൂരിഭാഗം ക്രിസ്ത്യൻസ് അവരുടെ കൂടെ അവരുടെ ഒരു റലത്തിൽ പെടാൻ വേണ്ടി പാടുപെട്ട് അങ്ങനെ സവർണ ആധിപത്യം നേടിയിരുന്നപ്പോൾ അവരയിത്തമുള്ളവരായത് കാരണം അവരും അവരുടെ നിലവാരവും വലിയ നിലവാരമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും സുവിശേഷത്തെ വീണ്ടും ആര്യവൽക്കരിച്ചു. സുവിശേഷത്തെ ആര്യവൽക്കരിച്ചതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സുവിശേഷ വചനഹത്യ എന്ന് പറയുന്നത്. ഇത് ക്രിസ്മസിനെതിരാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യവൽക്കരണം എന്ന് പറയുമ്പോൾ ജാതിവൽക്കരണം വരുമല്ലോ അതിൻ്റെ അകത്ത്. അപ്പം ജാതി വരുമ്പോൾ ജനിതകമായിട്ട് വരുമല്ല. അപ്പം അത് ആ വിഷയം സുവിശേഷത്തിൻ്റെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ചിലരെ തലയിൽ നിന്ന് സൃഷ്ടിച്ച്, ചില നെഞ്ചിൽ നിന്ന് സൃഷ്ടിച്ച്, ചില കാലയിൽ നിന്ന് സൃഷ്ടിച്ചെന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ അറിയോ അറിയാതെയോ ഫോളോ ചെയ്തിരുന്നത്, ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻസ്, സവർണ ക്രിസ്ത്യൻസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് മനുസ്മൃതിയായിരുന്നു. അതാണ് സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം എന്ന് പറയുന്നത്. ഇന്നും സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രാഹ്മണരുടെ ഇടയിൽ നമ്മളുടെ അടിവേരിൽ കാണാൻ വേണ്ടി ഒരു പറ്റം സഭാചാത്തകന്മാർ കഷ്ടപ്പെട്ട് നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്. അത് സുവിശേഷം വരുത്തണ ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡാമേജൊന്നുമല്ല, വലിയ ഡാമേജാണ് വരുത്തണ. അതിനൊരു സെമിനാർ തന്നെ ഒരു 10-90കളിൽ നടന്നിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ നമ്പൂതിരിമാരാണെന്നും പറഞ്ഞ് അതിന് വരുന്ന വിഷയം, അതിൻ്റെ വിഷയം അപ്പോൾ ഒരു ആര്യവൽക്കരണം, സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ എല്ലാവരും ഒരുപോലെ തന്നെ വരികയാണ്. മറ്റത് മനുസ്മൃതി നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ജാതി തിരിച്ചുള്ള സൃഷ്ടിക്കലായിട്ട് വരും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സത്യവിശ്വാസത്തെ വ്യതിചലിച്ചിട്ട് മനുസ്മൃതി ഫോളോ ചെയ്യുന്ന ആര്യ സുവിശേഷമാണ്. സുവിശേഷത്തിൻ്റെ അപമാനവീകരിച്ചിട്ടുള്ള ഒരു പതിപ്പാണ് അറിയാതെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു വലിയ ദുരന്തമായിരുന്നു. ഏതായാലും ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറി. ഇന്നും അതിൻ്റെ ആന്തരിക മനോഭാവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഇല്ലെന്നൊന്നും പറയാതിൻ്റെ കാര്യമില്ല. ഉണ്ട്, അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയെല്ലാം വെളിച്ചമാകണ ഇതാണ്. എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതാണ് ക്രിസ്തു. ആ സദ്വാർത്തയുടെ സന്തോഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വർഷങ്ങളായിട്ട് കത്താതിരുന്ന ആ മാതാവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആ രൂപത്തിൽ നിന്ന് വേണ്ട പെട്ടെന്ന് ലൈറ്റ് കത്തുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, കത്താവ് ഇതെന്നെ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതെന്തേ ഇത്, എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് എനിക്ക് തോന്നിയതാണോ? ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഒന്നുകൂടി ഒന്ന് തൊട്ട് നോക്കട്ടെ. അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു, മാതാവേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിന് നീ എനിക്കൊരു അടയാളം തരണമെന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് പറഞ്ഞു, മാതാവ് ഇത് എനിക്ക് തോന്നിയതല്ല എന്നുണ്ടെങ്കിൽ നീ എനിക്ക് ഒന്നുകൂടെ അതിൽ നിന്ന് ലൈറ്റ് കത്തിച്ച് കാണിക്കണം. ഞാൻ ഒന്നുകൂടെ അതിൽ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ലൈറ്റുകളെല്ലാം പിന്നെയും കത്തി. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായി. അതിന് മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ അടുത്തൊരു അടയാളം മാതാവ് തന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടുന്ന് NRI ആയതുകൊണ്ട് നമുക്ക് 3 നീലത്തിരികളാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് പിന്നെ സ്റ്റോറിയിൽ നിന്ന് ഞാൻ വേറെ നീലത്തിരി മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പം ഞങ്ങൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഞാനൊരു ദിവസം നോക്കിയപ്പോഴത്തേക്കും കത്തിച്ച് പ്രാർത്ഥിക്കുന്നിടയ്ക്കുന്ന ആ നീലത്തിരിയുടെ ഒരു സൈഡിലേക്ക് തിരി ഇങ്ങനെ ഉരുകി ഒരു സൈഡിലേക്ക് നീണ്ടു പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ പോലും ഇങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ അന്ന് കഴിഞ്ഞു, പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പം നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഫോട്ടോയുടെ പുറകിലൊരു തിരമാലയുടെ ഇങ്ങനെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിൽ ആ തിരി ഇങ്ങനെ വന്ന് ആ തിരിയിലേക്ക് ഇങ്ങനെ
ഈ ശരിക്കും തിരമാല വന്ന് പൊങ്ങി വന്നേക്കുന്നത് പോലെയാണ് ഈ ഒരു ഷേപ്പിൽ ആ സൈഡിലേക്ക് മെഴുകുതിരി ഉരുക്കി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ കാണാം കടൽ തിരമാലയുടെ ഈ ഒരു വേവിൻ്റെ രീതിയിലാണ് ആ തിരി പോയിരിക്കുന്നതും ആ തിരിച്ച് വന്ന് ആ മെഴുകുതിരിയിലേക്ക് വന്ന് ഒട്ടിയിരിക്കുന്നതും. ശരിക്കും അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കൂടെ എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് കൂടെ ഉണ്ട് എന്നുള്ളതിനൊരു മാതാവ് തരുന്ന ഒരു അടയാളമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു കൊള്ളുകയാണ്. ഇന്ന് മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. മാതാവ് ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുക. കാരണം ശരിക്കും നമുക്ക് ഉടമ്പടി ധ്യാനം കൂടുമ്പോഴാണെങ്കിൽ പോലും എനിക്കുള്ള വിഷമം അല്ലെ, ഞാൻ എന്താണ് എൻ്റെ മനസ്സിൽ അന്നേരം എനിക്ക് യേശുവേ നീ എനിക്കെന്നോട് സംസാരിക്കണേ എന്നോട് പറയുന്നത് ആ ഉടമ്പടി അച്ഛൻ്റെ ധ്യാനത്തിലൂടെ എനിക്ക് അതിനുള്ള റിപ്ലൈ കിട്ടും. അപ്പോൾ നമ്മുടെ വിഷമങ്ങൾക്കും എല്ലാത്തിനും അന്ന് ശരിക്കും ആ ഉടമ്പടി ധ്യാനമാണ് ദൈവം അതുവഴി ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. ശരിക്കും നമുക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമായിട്ട് നമുക്ക് ഒത്തിരി കുടുംബത്തിൽ ഒത്തിരി സമാധാനം, ഒത്തിരി എവിടെയാണെങ്കിലും ജോലി മേഖലകളിലൊക്കെ ആണെങ്കിലും ദൈവം ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും പറയും, നിങ്ങൾ ഉടമ്പടി എടുക്കണം. മാതാവിൻ്റെയും കൃഷ്ണനാഥൻ്റെയും സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്ക് സമാധാനം എന്താണെന്ന് നമ്മൾ അറിയും. ശരിക്കും നമ്മൾ ഉടമ്പടി എടുത്ത ഒത്തിരി കൃപയുണ്ട്, അനുഗ്രഹം നമുക്ക് തിരുക്കുമാരനും അമ്മയും മാതാവും തരുന്നുണ്ടെന്ന് ഞാൻ എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും അമ്മയും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഡിസംബർ 28 ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞിട്ട് 2-3 മാസം മുമ്പ് ഞാനിവിടെ ഉടമ്പടി പുതുക്കുവാനായിട്ട് വന്നു. എന്നാൽ അന്ന് എനിക്ക് ഉടമ്പടി പുതുക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാലും ഞാൻ 6 നിയോഗങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഉടമ്പടി പാലിക്കുന്ന പോലെ തന്നെ അത് പാലിച്ച് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അതിൽ 1ാമത്തെ നിയോഗമായിട്ട് സാധിച്ചു കിട്ടിയത് എൻ്റെ അമ്മയുടെ ആങ്ങളയ്ക്ക് 45 വയസ്സ് കഴിഞ്ഞിരുന്നു, വിവാഹമൊന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആ നിയോഗം ഞാൻ എഴുതിയിട്ടു. ഈ ഉടമ്പടി തീരാറായി ഒരു 90 ദിവസം ആകാറായപ്പോഴേക്കും ആസാമിൽ നിന്ന് ഒരു വിവാഹ ആലോചന വരികയും അത് നടക്കുകയും ചെയ്തു. അത് നടക്കുന്നതിന് മുമ്പായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം 2 സംസ്ഥാനങ്ങൾ, പെണ്ണ് പാലായി ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ പെണ്ണിന് മലയാളം അറിയാം, പക്ഷേ അതിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാൻ പറ്റുകയില്ല, അത് നിൽക്കുന്ന മടത്തി സംസാരിക്കാൻ പറ്റുകയില്ല, അവരാരും സമ്മതിക്കുന്നില്ല. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കത്ത് എഴുതി. ആ കത്തിനകത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് പോകാൻ പറ്റുകയില്ല, ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ആരുമില്ല, അമ്മ അവിടെ പോകണം, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ആ കത്ത് ഞാൻ എഴുതി ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ വെച്ചു. എന്നിട്ട് ഞാനൊരു ഡേറ്റ് ഇട്ടു, ഏപ്രിൽ മാസം ആദ്യം. അന്നേരപ്പോഴേക്കും എൻ്റെ മനസ്സിൽ തോന്നി ഏപ്രിൽ ആദ്യം നോയമ്പ് കാലമാണ്, അപ്പം നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഏപ്രിൽ ഒരു 24-ാം തീയതിയോടുകൂടി വിവാഹം നടക്കുകയും ചെയ്തു. ആ കത്തെഴുതിയ സമയത്ത് ഞാനൊരു അടയാളം ആവശ്യപ്പെട്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് എനിക്കൊരു ക്ഷീണം പോലെ തോന്നി. അന്നേരപ്പോഴേക്കും ഞാൻ കിടന്നപ്പം മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്ന് എന്നോട് എനിക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ട് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് മാതാവ് എന്നെ നോക്കി കണ്ണ് അടച്ച് തുറക്കുന്നതായിട്ട് കണ്ടു. അപ്പം ആദ്യം ഞാൻ ഓർത്തു എനിക്ക് തോന്നിയതായിരിക്കും എന്ന്. എന്നിട്ട് ഞാനിങ്ങനെ സാക്ഷ്യം കേൾക്കും രാവിലെ എഴുന്നേറ്റിരുന്ന്. ആ സമയത്ത് ഞാൻ ഫോൺ തുറന്നു നോക്കിയപ്പം കൃപാസന മാതാവിൻ്റെ ഒരു പടം ഇങ്ങനെ കാണുകയാണ്. അതിനകത്ത് മാതാവ് കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ വീട്ടിൽ ഒരു കൃപാസനം പത്രം ഇരിപ്പുണ്ടായിരുന്നു, ആ കൃപാസനം പത്രം തുറന്ന് വായിക്കാൻ തോന്നി. അപ്പം ഞാൻ അതുവരെ ആ കൃപാസന പത്രം തുറന്ന് വായിച്ചിട്ടില്ലായിരുന്നു. അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ് വിവാഹം നടക്കാതിരുന്ന ഒരു വ്യക്തിയുടെ വിവാഹം നടക്കുന്നതായിട്ട്. അങ്ങനെ 24-ാം തീയതി ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാവരും സമ്മതിക്കുകയും വിവാഹം നടക്കുകയും ചെയ്തു. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ കുഞ്ഞ് 3.5 വയസ്സുണ്ട്. കുഞ്ഞിന് ജലദോഷത്തെ തുടർന്ന് ഭയങ്കരമായ ചെവിവേദനയുണ്ടായി. അപ്പോൾ കുഞ്ഞ് രാവിലെ മുതൽ കരയുകയാണ്. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല, എൻ്റെ ഈ മരുന്നൊന്നുമില്ല. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, കുരിശിൽ തമ്പുരാന് വേദന അനുഭവിച്ചപ്പോൾ നിനക്കുണ്ടായ വേദന പോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞ് ഇപ്പോൾ അനുഭവിക്കുന്ന വേദന കാണുമ്പോൾ എനിക്കും തോന്നുന്നത്. അതുകൊണ്ട് ഈ വേദന അമ്മ ഏറ്റെടുക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ മടിയിൽ കിടത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ചൊല്ലാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞ് മയങ്ങിപ്പോയി. പിന്നെ ഉറക്കം തെളിഞ്ഞ് കുഞ്ഞ് കണ്ണു തുറന്നപ്പം കുഞ്ഞ് ചിരിച്ചോണ്ടാണ് എഴുന്നേറ്റത്. അപ്പം ഞാൻ ചോദിച്ചു, കുഞ്ഞു നിൻ്റെ ചെവിയുടെ വേദന പോയോന്ന്. അന്നേരം അവൾ പറഞ്ഞു, അമ്മേ, കൃപാസന മാതാവ് വന്ന് എൻ്റെ ചെവിയിൽ നിന്ന് എന്തോ എടുത്തു മാറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. കിള്ളി മാറ്റുന്നതെന്നാണ് അവൾ പറഞ്ഞത്. അവൾ കുഞ്ഞായ
പ്രായമുണ്ട്. അപ്പോൾ കിള്ളി മാറ്റി അവളുടെ ചെവിയുടെ വേദന പോയി. ഇപ്പോഴും ജലദോഷം ഉണ്ടാവും, പക്ഷേ അവൾക്ക് ഇതുവരെ ചെവിക്ക് വേദന ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അനീറ്റ ജോർജ്. ഞങ്ങൾ വയനാട് മാനന്തവാടിയിൽ ചേരുംകൊല്ലി ചുള്ളിയാന ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് ക്ലീൻസ് ജോർജ്. ഇച്ചാനാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരി 1-ാം തീയതി ആയിരുന്നു. ആദ്യമായിട്ട് തന്നെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഇച്ചാൻ്റെ മമ്മി ഉടമ്പടി എടുത്തിരുന്നു. മമ്മീൻ്റെ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ മോൾക്ക് കിട്ടിയ ഒരു സൗഖ്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ഒക്ടോബർ മാസം, അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞങ്ങളുടെ മോള് ഒരു കുഴപ്പമില്ലായിരുന്നു. അവൾക്ക് 1 വയസ്സായിട്ടില്ല അന്ന്. ദിഹ എന്നാണ് അവളുടെ പേര്. അവൾ വൈകുന്നേരം നല്ല കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൾ കിടന്നുറങ്ങി. ഒരു രാത്രി 2 മണി ആയപ്പോഴത്തേക്കും കുഞ്ഞ് വല്ലാണ്ട് കരഞ്ഞിട്ട് എണീറ്റ സമയത്ത് സാധാരണ ഞാൻ പാൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ പാൽ കൊടുത്തു, എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ ഇച്ചാൻ എണീറ്റു. ഇച്ചാൻ എടുത്ത് നോക്കി, ഇച്ചാൻ എടുത്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അന്നേരം ഞങ്ങൾ പപ്പേനെയും മമ്മീനെയും പോയി വിളിച്ചു. അപ്പോൾ പപ്പ പെട്ടെന്ന് വന്നു. പപ്പ എടുത്തിട്ട് പറഞ്ഞു, എന്താ പറ്റിയേ, കൊച്ചെന്തെങ്കിലും സ്വപ്നം കണ്ട് ഞെട്ടിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല പപ്പേ, പെട്ടെന്ന് ഇവൾ കരയുന്ന കേട്ടിട്ടാണ് ഞാൻ എണീറ്റേന്ന് പറഞ്ഞു. അന്നേരം പപ്പ ഇവിടെ തോളിലിട്ട് ഇങ്ങനെ കൊട്ടുന്നുണ്ട്, പക്ഷെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. കരച്ചിൽ നിർത്താണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരമൊക്കെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം മമ്മിയും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, വേണ്ട, ഇവളിപ്പോൾ ഈ കരഞ്ഞതിൻ്റെ ഏങ്ങലുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി. കരച്ചിലിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, കീ എന്നുള്ളൊരു സൗണ്ട് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. കരയുന്നതിൻ്റെ ഈ സൗണ്ടൊന്നും വരുന്നില്ല. കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞങ്ങളിനി വെച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് മമ്മീൻ്റെ ഉടമ്പടി കാശ് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം വെച്ച് അവളുടെ തലയിൽ നെറ്റിയിൽ കുരിശ് വെച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് അവൾ മയങ്ങിയപ്പോൾ പപ്പ പറഞ്ഞു, അവൾ ഉറങ്ങി, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു, എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ കാണിക്കാമെന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ നന്നായിട്ട് താന്നിട്ടുണ്ട്, ഇത്രയും നേരം നിങ്ങളിവിടെ എത്തിയത് എൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് കുഞ്ഞ് മയങ്ങിയെന്ന് പപ്പ പറയണ സമയത്ത് കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ താന്നിട്ട് കുഞ്ഞ് മയങ്ങിപ്പോയതാണ്, അവൾ ഉറങ്ങിയതല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയത് മാനന്തവാടി സെൻറ്റ് ജോസഫിൽ ഹോസ്പിറ്റലായിരുന്നു. അവിടെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇവിടെ പീഡിയാട്രിക് ICU ഇല്ല, നിങ്ങൾ വേഗം മേപ്പാടിക്ക് പോകണം, അതും ഓക്സിജൻ സപ്പോർട്ടുള്ള ആംബുലൻസിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വേഗം തന്നെ മേപ്പാടിക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ടെൻഷനായി, എല്ലാവരും കരയാൻ തുടങ്ങി. എന്നാലും അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മീൻ്റെ ഉടമ്പടിനെ പറ്റിയിട്ടോ, മമ്മി ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നോ, കുഞ്ഞിൻ്റെ തലയിൽ നെറ്റിയിൽ കുരിശ് വെച്ചിട്ടുണ്ടെന്നോ ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല, അതിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ മമ്മിയിൽ വലിയ ടെൻഷൻ കണ്ടില്ല. ആദ്യം കുറച്ച് കരഞ്ഞെങ്കിലും മമ്മിയിൽ വലിയ ടെൻഷൻ കണ്ടില്ല. ഞങ്ങളിട്ട് മേപ്പാടിക്ക് പോയി. പോകുന്ന വഴിക്ക് ഇവൾക്ക് ഓക്സിജൻ കൊടുത്തുകൊണ്ടാണ് പോകുന്നത്, പക്ഷെ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂർ ദൂരമുണ്ട് മാനന്തവാടിയിൽ നിന്ന് മേപ്പാടിക്ക്. ആ ചേട്ടൻ ഞങ്ങളെ ഒരു 15 മാക്സിമം ഒരു 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിച്ചു. മേപ്പാടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ കാഷ്വാലിറ്റിയിൽ കയറ്റിയിട്ട് അവർ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇതെന്താ ഇതുവരെ അവൾ ഓക്സിജൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവൾ പാലും കുടിക്കുന്നില്ല, ഓക്സിജൻ വെക്കാൻ സമ്മതിക്കുന്നില്ല, ഒന്നിനും സമ്മതിക്കുന്നില്ല. അവർ എമർജൻസി ആയിട്ട് പീഡിയാട്രിക് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് അതുവരെ എൻ്റെ കുഞ്ഞ് അവൾ കരയുന്നുണ്ട്, പക്ഷെ ജീവനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു എന്നല്ലാണ്ട് തിരിച്ച് കിട്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. അങ്ങനെ ഞങ്ങൾ ICUയിൽ എന്നെ മാത്രമേ കയറ്റുന്നുള്ളൂ. കുഞ്ഞായതുകൊണ്ട് എന്നെ മാത്രം കയറ്റി, ഇവരെല്ലാം പുറത്താണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ നിങ്ങളിനി ഒട്ടും കരയിപ്പിക്കരുത്, കരയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവളുടെ തൊണ്ടയിൽ ഇനി അവൾ കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ തൊണ്ടയിൽ നമുക്ക് ഹോളിടേണ്ടി വരും, ഹോളിട്ട് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ ശരിക്കും ഇവൾക്ക് എന്നാ പറ്റിയ, ഇവൾക്ക് ഒരു ജലദോഷം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവളുടെ തൊണ്ടയിൽ നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ക്രൂപ്പ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈം കേൾക്കാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടർ ഒന്നുകൂടെ പറഞ്ഞിരുന്നു, ക്രൂപ്പാണ്, തൊണ്ടയിലെ ഇൻഫെക്ഷനാണ്, ഇതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ സൗണ്ടിൽ വ്യത്യാസം വന്നത്, അവൾക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റില്ല, ഇനി ഇത് കൂടിക്കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് നേരെ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മമ്മീനോടും പപ്പേനോടും പോയി പറഞ്ഞു, ഇച്ചാനോടും പറഞ്ഞു. അപ്പോഴും മമ്മീനെ ഞാൻ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. മമ്മി എന്ന് പറയുന്ന ഒരാളുണ്ടെന്നോ, മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നോ, ഞാൻ പേടിക്കേണ്ട കാര്യമില്ലെന്നോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ICUയിൽ കയറി വന്ന് ഞങ്ങൾ ICUയിൽ അഡ്മിറ്റ് ആയപ്പോൾ ഒരു 15 മിനിറ്റ് ആയി കാണും.
15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി, അവൾ അതിലൂടെ ഓടിക്കളിക്കാൻ തുടങ്ങി. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു, അവൾക്ക് ഒരു കുഴപ്പമില്ല. തൊണ്ടയിലെ ഇൻഫെക്ഷൻ അവളുടെ സൗണ്ട് മാറുന്നുണ്ട് എങ്കിൽ തൊണ്ടയിലെ ഇൻഫെക്ഷനും മാറ്റം ഉണ്ടാവും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അവിടെ റൂമില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു രാത്രി ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തോളൂ, ICUവിൽ നിന്നിട്ട് നമുക്ക് രാവിലെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞങ്ങൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഹോൾ ഇടാനോ ICUവിൽ കയറിയിട്ട് ഒരു ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം അങ്ങനെ ഒന്നും വന്നില്ല. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ആ സമയത്ത് മാതാവിനെ വിശ്വസിക്കാണ്ട് പോയതിന് മാതാവിനോട് മാപ്പി ചോദിക്കുന്നു. അതിനുശേഷമാണ് ഞാനും ഇശാനും വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഇശാനാണ് ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 1-ാം തീയതി. അതിൽ ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് മോളുടെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് മോളുടെ കാര്യം തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് എപ്പോഴും യൂറിൻ ഇൻഫെക്ഷനാണ്. യൂറിൻ ഇൻഫെക്ഷൻ 1 മാസം യൂറിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ അന്ന് പോവും, അന്ന് ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും നമുക്ക് കൾച്ചർ ചെയ്യാമെന്ന് പറയും. ഞങ്ങൾ കൾച്ചർ ചെയ്യും. കൾച്ചറിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക് തരും, പിറ്റേ ദിവസം എന്നിട്ട് വീട്ടിൽ പൊക്കോളാൻ പറയും. അടുത്ത ഒരു 2 ആഴ്ച അവൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. പിന്നെയും ഇത് തന്നെ സംഭവം, ഞങ്ങൾ പോകും, കൾച്ചർ ചെയ്യും, ഇത് തന്നെ തിരിച്ചു വരും.